നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ചന്ദ്രഹാസൻ പറഞ്ഞത് മോൾ ശ്രദ്ധിച്ചില്ലേ? ചാകുമ്പോ കിടക്കാൻ ഒരു തുണ്ട് ഭൂമി, അത് കാശുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണെന്ന്. ഉണ്ണാൻ പോലും ഗതിയില്ലാത്ത ഞാൻ അത് ആഗ്രഹിച്ചു പോയി. അതെന്റെ അഹങ്കാരമല്ലേ? അച്ഛൻ കരയില്ല, ഒരിക്കലും കരയില്ല. എന്തിനാ കരയുന്നേ? ചത്ത പഞ്ചായത്തിൽ നാട് വന്ന് പൊതുശ്മശാനത്തെ കൊണ്ട് ദഹിപ്പിക്കില്ലേ? അത് മതി. മുള പേനയുന്ന നിന്റെ നാട്ടിലേക്കുള്ള വഴിയതാ. ഇതിലൂടെ പോയാൽ വേഗം എത്താം. രുദ്രപ്രതാപ, ഭൂമി പണയം വെച്ച് ചന്ദ്രഹാസന്റെ ഇന്ന് ഞാൻ പണം കടം വാങ്ങിയിട്ട് മാസങ്ങൾ കുറയായി. മുടങ്ങാതെ പലിശ അടയ്ക്കുന്നുണ്ട്. ചന്ദ്രഹാസൻ ആദ്യമായിട്ടാ എന്നോട് മുഖം കറുത്ത് സംസാരിക്കുന്നത്. പാറ ഉത്സവം കൂടി തിരിച്ചുപോയ ഉടനെ ചന്ദ്രഹാസന്റെ മനസ്സ് മാറിയതിന്റെ പിന്നിൽ നിന്റെ കള്ളക്കളിയാണെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. എന്റെ ഈ ചെറിയ ബുദ്ധി മതി. പാറുവിനെ കെട്ടിച്ച് രാമനൊരു വാക്ക് പറഞ്ഞാൽ കടക്കാര് കൊണ്ടുപോയതെല്ലാം തിരിച്ചു കിട്ടുമെന്ന് നീ ദേവകിയോട് പറഞ്ഞില്ലേ? അതിനുള്ള മറുപടി ദേവകിയും ലക്ഷ്മിയും അപ്പത്തന്നെ നിനക്ക് തരികയും ചെയ്തു. എന്റെ മറുപടി കൂടെ കേട്ടു. നിന്നെ പോലൊരു പരമചറ്റയ്ക്ക് എന്റെ കുട്ടിയെ കൈപിടിച്ചു തരേണ്ട ഗതികേട് എനിക്ക് വരികയാണെങ്കിൽ ഒരു കുപ്പി വിഷം വാങ്ങാനുള്ള കാശ് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്റെയും ഭാര്യയുടെയും 2 പെമ്മക്കളുടെയും ശവം നിന്നെ കൊണ്ട് ഞാൻ തീറ്റിക്കേ ഉള്ളൂ. തോറ്റു തരില്ല ഞാൻ. അച്ഛാ, പാറു. അച്ഛാ, മോളെ പാറു, മോളെ പാറു, കാലത്ത് മുതൽ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുക നിന്റെ അച്ഛനെ കൊണ്ട് രേഖകളിൽ ഒപ്പിടിക്കാൻ. പൈസയായിട്ട് പാറു വരൂന്ന് പറഞ്ഞപ്പോ ഈ രുദ്രപ്രതാപൻ പറഞ്ഞ എന്താണെന്നറിയോ? നീ അച്ഛനെ പറ്റിക്കാൻ വേണ്ടി കള്ളം പറയുവാണെന്ന്. പാറു കള്ളം പറയാറൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് തോന്നുന്നിടത്ത് പാറു കള്ളം പറയാറുണ്ട്. പക്ഷേ ഇതെന്റെ അച്ഛനാ. മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന
മക്കള് കാരണം ഒരുപാട് വേദനകൾ സഹിച്ച് എന്റെ അച്ഛനോട് ഞാൻ തല പോയാലും കള്ളം പറയില്ല.